ലോക്ക്ഡൗണും അതിൻ്റെ കൂടെ സ്കൂൾ ഹോളിഡേയും എല്ലാവർക്കും വെറൈറ്റി വേണം. എങ്കിൽ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായി ഇതാ ഒരു അടിപൊളി ഇംഗ്ലീഷ് ഡിഷ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഡീസ് കിച്ചൺ. എല്ലാവർക്കും ഡീസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ബർമിംഗ്ഹാമിലാണ്. ബർമിംഗ്ഹാമിന്റെ സ്വന്തം മുത്തായ അപ്പാന്റെയും ലിജിയാന്റിയുടെയും വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രീം ലീക്സ് വിത്ത് റോസ്റ്റ് ചിക്കൻ ആൻഡ് മാഷ് പൊട്ടാറ്റോ ആണ്. അപ്പാന്റെ ലിജിയാന്റിയുടെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവില്ലേ? എക്സൈറ്റഡ് ആണോ? ഓക്കെ. ലിജിയാന്റാണ് പൊട്ടാറ്റോസും ക്യാരറ്റൊക്കെ ഇവിടെ പീലിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിച്ചൺ. കറിവേപ്പിലയൊക്കെ നിൽക്കണുണ്ടോ? ഇത് നമ്മുടെ മാഷ് പൊട്ടാറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോസാണ് അവിടെ പീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ലീക്സ് ഇതുപോലെ ഡൈസ് ചെയ്തെടുക്കുക. നമ്മുടെ ക്രീം ലീക്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഡൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത്, കാരണം അതിനകത്ത് മണ്ണും അഴുക്കൊക്കെ കാണും, അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒരു സൈഡിൽ വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് റെഡ് ഓനിയനാണ്. ഇതുപോലത്തെ കുറച്ച് റെഡ് ഓനിയൻ എടുത്തിട്ട് അത് നല്ല ബിഗ് ഡൈസായിട്ട് കട്ട് ചെയ്യുക. അത് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഈ സൈസിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് നമ്മുടെ ലിജാൻറ്റ് പ്രൊപ്പ് ചെയ്ത പൊട്ടാറ്റോസാണ്. ഇത് മാഷ് പൊട്ടാറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുകൂടാതെ ക്യാരറ്റും, നമ്മുടെ വെജിറ്റബിൾസിന് വേണ്ട ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നീളത്തിലാണ് കട്ട് ചെയ്തത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത പൊട്ടാറ്റോസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. നമ്മുടെ റോസ്റ്റ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ്. നമ്മൾ കുറച്ച് ചിക്കൻ ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്, ബോൺ ഇല്ലാതെ. അതുകൂടാതെ ഒരു ചെറിയ പീസ് ഗാർലിക്ക്, കുറച്ച് റോസ്മെറി വേണം ആ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാനായിട്ട്. ഡബിൾ ക്രീമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം. കുറച്ച് ഡ്രൈഡ് തൈമുണ്ട്. നമ്മൾ പൊട്ടാറ്റോ പീൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാഷ് പൊട്ടാറ്റോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ലീക്സ് ആണ്. കുരുമുളക് പൊടി, കുറച്ച് ഒനിയൻ, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഫ്രഞ്ച് ബീൻസ്, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഓയിൽ. ഇതെല്ലാമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ആ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ലീക്സ് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്യണം. നമ്മൾ ആകെ ബട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് പ്രൊപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ആ പൊട്ടാറ്റോ നികന്നിരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ നമ്മുടെ ക്രീം ലീക്സ് ഇപ്പോൾ 5 മിനിറ്റ്സ് കുക്കായി. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഡബിൾ ക്രീം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ സോസൊന്നും ഇതിനാവശ്യമില്ല. കാരണം ഈ ക്രീം ലീക്സ് ആ വെജിറ്റബിളുമായി പിന്നെ അതുപോലെ തന്നെ ക്രീമി ആയിട്ടുള്ള നല്ല സോസ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് അടുത്ത ഒരു 10 മിനിറ്റോടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ലീക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം, ഒരു സൈഡിൽ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പാനിൽ. പാൻ വെച്ചിട്ട് കുറച്ച് ഒലിവ് ഓയിൽ, ഇത്തിരി വേണ്ട, കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ചിക്കൻ ഫില്ല ഇവിടെ പാക്കറ്റിൽ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഈ ചിക്കൻ ഫില്ലയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ തൈം. ഇത് ഡ്രൈഡ് തൈമാണ്. അതും കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കും.
എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, തൈം ഇട്ടു, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്തതിന് മുമ്പായിട്ട് പാനിലേക്ക് കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കുക. ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാനായിട്ടാണ് അതിൻ്റെ. എന്നിട്ട് ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു 2-3 പീസ് ഗാർലിക്ക് ഇതുപോലെ ചതച്ചിട്ട് അങ്ങിട്ട് കൊടുക്കും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതുപോലെ തന്നെ ബട്ടർ ഞാൻ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ചിക്കൻ നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കളറാക്കി എടുക്കാം. ലിജി ആൻറ്റി ഇവിടെ വന്ന് സ്പോട്ട് ചെക്ക് ചെയ്യുന്ന ക്രീം ലീക്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഓക്കെ. അടിപൊളിയാണോ? നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ല കളറായി. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കളറാക്കി എടുത്തിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇത് പാനിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മളിന്നത് ഓവനിലാണ് ഫിനിഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നമുക്കൊരു ട്രെയിൽ വെച്ച് ഓവനിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇത് പാനിൽ കുക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക് ഒരു ട്രെയിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഇത് ഓവനിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാനിൽ തന്നെ ഇത് ഫിനിഷ് ചെയ്യാം. അത് പക്ഷേ ഒരു 10-20-25 മിനിറ്റ് എടുക്കും. അതുപോലെ തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിലാണ്. നമ്മളൊരു 12 to 13 മിനിറ്റ്സ് ആണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാനായിട്ടാണ്. നമ്മുടെ പൊട്ടറ്റോസ് ഇപ്പോൾ ഇത് കുക്കായി വരുന്നുണ്ട്. ഒരു 3/4 കുക്കായി. ഒരു 5 മിനിറ്റൂടെ നമുക്ക് കുക്ക് ചെയ്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഉണ്ടായത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്യാരറ്റ് ഒരു 3/4 കുക്കായി കഴിയുമ്പോൾ ഈ ഫ്രഞ്ച് ബീൻസും ആ വെള്ളത്തിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കാരണം ഇത് പെട്ടെന്ന് കുക്കാവും. അതിനാലാണ് നമ്മൾ ക്യാരറ്റ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത്. ഇതൊന്ന് നന്നായിട്ട് കുക്കാകട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവൻ ഓഫ് ചെയ്തിട്ട് അത് ഓവനിൽ തന്നെ വെച്ചേക്കാം. നമ്മുടെ പൊട്ടറ്റോ ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെള്ളമെല്ലാം കളഞ്ഞ് മാഷ് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടും വെള്ളം പാടില്ല. ഇനി നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ പാൻ തന്നെ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ സവോള ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ടാണ്. ഇത് ഓപ്ഷണലാണ്. ഓക്കെ, പാൻ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഒനിയൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒനിയനൊക്കെ റെഡി ആകുന്ന സമയം കൊണ്ട് ഈ മാഷ് പൊട്ടറ്റോയുടെ വെള്ളമെല്ലാം പൊട്ടറ്റോയുടെ പോയി നമുക്കിതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം.
നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിടുക. അതുപോലെ തന്നെ കുറച്ച് ബട്ടർ, എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മാഷ് ചെയ്തെടുക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ബട്ടർ കൂടുതലിട്ടാൽ നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും. വേണ്ടവർക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒത്തിരി ആവശ്യമില്ല, വളരെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട്. നമ്മുടെ ഒനിയൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല കളറായി. അതുപോലെ തന്നെ നമ്മുടെ മാഷ് പൊട്ടറ്റോയും നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഒരു 3/4 കുക്കായി കഴിഞ്ഞു. ഫ്രഞ്ച് ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒനിയൻ നല്ല ക്യാരമലൈസായി. നമ്മൾ റോസ്റ്റ് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ച് സൈഡിലുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കണ്ടോ, ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബീൻസ് ആൻഡ് ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് റെഡിയാക്കിയിടും. അപ്പോൾ ഈ വെജിറ്റബിളിലെ വെള്ളമെല്ലാം നമ്മൾ ഊറ്റി കളഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പെപ്പറും സോൾട്ടും അതുപോലെ തന്നെ കുറച്ച് ബട്ടറും ഇട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ആദ്യം കുറച്ച് മാഷ് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കും. ഇതുപോലെ കുറച്ച് മാഷ് പൊട്ടാറ്റോ വെച്ചിട്ട് ഉണ്ടാക്കി ക്രീം ലീക്സ് കുറച്ച് മേളിൽ ഇതുപോലെ വെച്ചു. കുറച്ച് സോസ് ഒഴിക്കുക. പിന്നെ കുറച്ച് ഓണിയൻ, ഗ്രില്ല് ചെയ്ത കുറച്ച് ഓണിയൻ, മുമ്പ് പറഞ്ഞ പോലെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും കുറച്ച് വെച്ച് കൊടുക്കും. ഇവിടെ നമ്മുടെ യമ്മി ചിക്കൻ റെഡിയാണ്. നമുക്ക് ഓരോ പീസ് ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. സോസ് ഉണ്ടോ? ഇവിടെ ലിജി ആൻറ്റിയും സിബിയങ്ങളും ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അവരോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, അടിപൊളി. നമ്മുടെ ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൂസാണ് ഇത് സെർവ് ചെയ്യുന്നത്, പപ്പയ്ക്കും മമ്മിക്കും. അപ്പൂസേ, അതവർക്ക് കൊടുത്തരാം. എന്നിട്ട് അവരത് കഴിച്ച് നോക്കിയിട്ട് അവർ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ അപ്പാനും ആൻറ്റിയും ഇതൊന്ന് കഴിച്ചേ, കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. നമ്മളിനി ഇതൊക്കെ റെസ്റ്റോറൻറ്റിലൊന്നും പോയി ഓർഡർ ചെയ്യണ്ട, നമുക്ക് വീട്ടിലുണ്ടാക്കി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ആയിട്ട്, അതെ, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട്. ഇതിന് റൊമാൻസിന് പ്രായമൊന്നുമില്ല ആൻറ്റി. എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല കോമ്പിനേഷനാണ്. ക്രീം ലീക്സും ചിക്കനും ആ ക്യാരമലൈസ് ഓണിയനൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട് അങ്കിള്? ഇതൊട്ട് ഇങ്ങനത്തെ ഒരു ഫുഡ് ഇതിനകത്ത് നമ്മുടെ നോർമൽ മെനുവിൽ ആഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അടിപൊളിയാണ്. സെർമോളെ അടിപൊളി. ഡോണാ ഇഷ്ടമായോ? ചാർലി എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത്. യു വെൽക്കം. രണ്ടുപേർക്കും ഓക്കെ. നമ്മുടെ സ്വന്തം അങ്കിളും ആൻറ്റിയാണ്. അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ നമുക്ക് പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും ബർമിംഗ്ഹാമിലെ അപ്പാൻ്റെയും ലിജി ആൻറ്റിയുടെയും കിച്ചണിൽ കാണാം. അതുവരേക്കും ഡീസ് കിച്ചൺ സൈനിങ് ഓഫ്.